പ്രായമാവാത്തവരായിട്ട് ആരുമില്ലല്ലോ. എല്ലാവർക്കും പ്രായത്തിനോട് കൂടെ തന്നെ കേൾവിക്കുറവും സ്വാഭാവികമാണ്. ഒരു പ്രായം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ എല്ലാവർക്കും പ്രായം കൂടി വരികയാണ്, കേൾവി കുറഞ്ഞു വരികയാണ്. പ്രായം കൂടുതലുണ്ടാകുന്ന വ്യക്തികൾക്ക് കേൾവിക്കുറവ് മാത്രമല്ല, കേൾക്കുന്നത് മനസ്സിലാവാനുള്ള ബുദ്ധിമുട്ടാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രയാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് ഓഡിയോമെട്രി എന്ന കേൾവി പരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ കാരണം വളരെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഒരുപക്ഷേ മരുന്നുകൊണ്ട് ഇത് സുഖപ്പെടുത്താൻ സാധിക്കും. കൂടുതൽ രൂക്ഷമായാൽ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ശ്രവണ സഹായിയിൽ ഹിയറിംഗ് എയ്ഡിൻ്റെ സഹായം ആവശ്യം വേണ്ടി വന്നേക്കാം. കാരണം ഞരമ്പ് കോശങ്ങളുടെ പ്രത്യേകത ജീവിതത്തിൽ തുടക്കമുള്ള ഞരമ്പുകൾ മാത്രമേ അവസാനം വരെ ഉള്ളൂ. ഒരെണ്ണം പോലും പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞ് വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് മരുന്നുകളോ മറ്റ് ചികിത്സയോ കൊടുത്ത് അവയെ പുനരുദ്ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഹിയറിംഗ് എയ്ഡ് മാത്രമേ നിവർത്തിയുള്ളൂ. ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് പരിശോധന ഒരു രോഗി സ്വയം തന്നെ തിരഞ്ഞെടുക്കണം. സമയമെടുത്ത് സ്വയം തിരഞ്ഞെടുത്തിട്ട് വേണം ഒരു ഹിയറിംഗ് എയ്ഡ് ധരിക്കുവാൻ. അങ്ങനെ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കേൾവി കുറവ് പരിഹരിക്കാൻ സാധിക്കും. കേൾക്കുന്നതിന് കുറച്ച് വ്യക്തത ഉണ്ടാകും. ഞരമ്പ് ക്ഷയിക്കുന്ന പ്രക്രിയ ഇത്തിരി സ്ലോ ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഭാവിയിൽ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അത് സഹായിക്കുന്നു വരാം. കേൾവിക്കുറവ് ഉണ്ടാകുന്ന ഓരോരുത്തരും ഒരു നിർബന്ധമായും ഒരു ENT ഡോക്ടറെ കണ്ടിട്ട് ചെവി പരിശോധിച്ച് വേണ്ട പരിശോധനയായിട്ടുള്ള ഓഡിയോമെട്രി, ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് പരിഹാരം എന്ന് തീർച്ചയായും കണ്ടുപിടിച്ച് വേണ്ട ചികിത്സ എടുക്കേണ്ടത് അത്യാവശ്യമാണ്.